ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു മുന്തിരിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരല്പം കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു എള്ളും കൂടെ നമുക്ക് ആ ഒരു നെയ്യിൽ നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ആ ഒരു പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു തേങ്ങയും ആ ഒരു ശർക്കരയുടെ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് ആ ഒരു തേങ്ങയിലേക്ക് ആ ഒരു ശർക്കരയുടെ ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ആവുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ശർക്കര ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഒക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളർ അവിലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണം നമ്മൾ അവിലിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ പോലും ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ വിളയിച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.